മീഡിയ വൺ എന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ മൗദൂദി ചാനൽ തെരഞ്ഞെടുപ്പ് കാലഘട്ടം തൊട്ട് ഇടതുപക്ഷ വിരുദ്ധതയ്ക്ക് വേണ്ടി ഇപ്പോ UDF ക്യാമ്പിലാണ്. പരസ്യമായല്ല, രഹസ്യമായി. എന്നിട്ട് UDFന് വേണ്ടി കൊണ്ടുപിടിച്ച വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നുണ്ട്. അതിലൊരെണ്ണം പൊളിച്ചങ്ങ് കൈയിൽ കൊടുക്കേണ്ടതുണ്ട്. വടകരയിലെ കാഫിർ പരാമർശവുമായി ബന്ധപ്പെട്ട വിഷയം സഭയിൽ ചർച്ചയ്ക്ക് വന്നു. വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ അസാന്നിധ്യത്തിൽ വളരെ കൃത്യമായി MP രാജേഷ് മറുപടി പറഞ്ഞു. FIR ഉണ്ടോ എന്നുള്ള ചോദ്യം ഞാനിപ്പോൾ ഫയലിലുണ്ടായിരുന്നു, പക്ഷെ അത് വിട്ടുപോയതാണ്. FIR എടുത്തിട്ടുണ്ട് സർ. അദ്ദേഹം ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞത് തെറ്റായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ വടകര പോലീസ് സ്റ്റേഷൻ ക്രൈം നമ്പർ 410/2024 ഭാസ്കരൻ മാസ്റ്റർ പരാതിയിൽ FIR ഉണ്ട്. വടകര പോലീസ് സ്റ്റേഷൻ ക്രൈം നമ്പർ 411/2024 IUML പരാതിയിൽ FIR എടുത്തിട്ടുണ്ട്. അപ്പോൾ FIR ഉണ്ട് എന്ന കാര്യം ഇപ്പോൾ വ്യക്തമായല്ലോ സാർ. കേട്ടല്ലോ, കേസ് നമ്പർ, ആര് കൊടുത്ത കേസ്, ഇതിനെ സംബന്ധിച്ചെല്ലാം വളരെ വിശദീകരിച്ച് അതിന്റെ അന്വേഷണം ഏത് രീതിയിൽ പുരോഗമിക്കുന്നു എന്നെല്ലാം അദ്ദേഹം വിശദീകരിച്ചു. പക്ഷേ നമ്മുടെ മൗദൂദി ചാനലിലെ റിപ്പോർട്ടറുടെ ചെവിക്കകത്തോട്ട് ഇതങ്ങ് കയറിയില്ല. അതെങ്ങനെ കയറും? നമ്മുടെ ആവശ്യം വർഗീയത എവിടെയെങ്കിലുമൊക്കെ കൊളുത്തി വിടുക എന്നുള്ളതാണല്ലോ. ഈ വിഷയത്തെ കത്തിച്ച് നിർത്തിയാൽ മാത്രമല്ലേ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും നമുക്ക് കൊയ്ത്ത് നടത്താൻ പറ്റുള്ളൂ. അതിന്റെ ഭാഗമായിട്ടാണ് മൗദൂദി ചാനൽ ഇങ്ങനെ ഒരു വ്യാജ വാർത്താക്കാർഡ് അവരുടെ ചാനലിലൂടെ സംപ്രേഷണം ചെയ്തത്. കാഫിർ പോസ്റ്റ് വിവാദത്തിൽ FIR ഇട്ടോ എന്ന ചോദ്യത്തിന് മറുപടി ഇല്ല എന്നാണ് അവരുടെ വെണ്ടയ്ക്ക നിരത്തൽ. നേരത്തെ നിങ്ങൾ കേട്ടില്ലായിരുന്നു. ആ കാര്യത്തിനെയാണ് ഈ രീതിയിൽ വക്രീകരിച്ചത്. ഇവിടെയും തീർന്നില്ല. മൗദൂദി ചാനലായ മീഡിയ വൺ മാപ്രകളും ചില UDFകാരുമായിട്ടൊക്കെ എന്താണ് ബന്ധമെന്ന് ഇവർ ഇത് സംപ്രേഷണം ചെയ്തതിന് ശേഷം ഇന്നത്തെ സഭാ ദിവസത്തിൽ ഒരു വാക്ക് അക്ഷരം തെറ്റാതെ ഇതേ ചോദ്യം സഭയിൽ ഉയർന്നു വരികയാണ്. ഞങ്ങളുടെ ചോദ്യം വളരെ ക്ലിയർ ആണ്. അരി എത്രാന്ന് പയറഞ്ഞായി മറുപടി പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ ചോദ്യം, ഈ കേസിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? അതിന്റെ നമ്പർ ഉണ്ടെങ്കിൽ അതിലെ പ്രതികൾ ആരൊക്കെയാണ്? അവരംഗം ചോദിച്ചപ്പോൾ ഇപ്പോഴും FIR എടുത്തിട്ടില്ല സാർ. സാർ, ഇത് മനഃപൂർവ്വം ആരെയോ രക്ഷിക്കാനാണ് എന്ന് സംശയിക്കുകയാണ്. കേട്ടല്ലോ, ചാനൽ കൊടുത്ത നമ്മളത് ചോദിക്കും. കാര്യം ചാനലുകാർ കൊണ്ടുവരുന്നതാണ് ഞങ്ങളുടെ പ്രശ്നങ്ങൾ. അവരുടെ പ്രശ്നങ്ങൾക്കൊപ്പം നിന്നാലേ ഞങ്ങൾക്ക് മൈലേജ് ഉണ്ടാകുള്ളൂ. ഇതാണ് ഇവരുടെ ഒരു പൊതുശൈലി. നേരത്തെ കേൾപ്പിച്ചെങ്കിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതേ ചോദ്യം ചോദിക്കുമ്പോൾ കേൾവി ഉള്ളവൻ കേട്ടില്ല എന്ന് നടിച്ചാലും കാഴ്ചയുള്ളവൻ കണ്ടില്ല എന്ന് നടിച്ചാലും ചിലത് ഇവരല്ലാതെ നാട്ടുകാരെ കാണിക്കേണ്ടതുണ്ടല്ലോ. അതുകൊണ്ട് MP രാജേഷ് പറഞ്ഞ മറുപടി ഒരിക്കൽ കൂടി നിങ്ങൾ കേൾക്കുക. FIR ഉണ്ടോ എന്നുള്ള ചോദ്യം ഞാനിപ്പോൾ ഫയലിലുണ്ടായിരുന്നു, പക്ഷെ അത് വിട്ടുപോയതാണ്. FIR എടുത്തിട്ടുണ്ട് സർ. അദ്ദേഹം ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞത് തെറ്റായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ വടകര പോലീസ് സ്റ്റേഷൻ ക്രൈം നമ്പർ 410/2024 ഭാസ്കരൻ മാസ്റ്റർ പരാതിയിൽ FIR ഉണ്ട്. വടകര പോലീസ് സ്റ്റേഷൻ ക്രൈം നമ്പർ 411/2024 IUML പരാതിയിൽ FIR എടുത്തിട്ടുണ്ട്. അപ്പോൾ FIR ഉണ്ട് എന്ന കാര്യം ഇപ്പോൾ വ്യക്തമായല്ലോ സാർ. ഇതിനെ സർക്കാർ ഗൗരവത്തോടെയാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഉടൻ തന്നെ ഫേസ്ബുക്കുമായി ബന്ധപ്പെട്ട് കണ്ടന്റ് റിമൂവലിനുള്ള നോട്ടീസ് നൽകിയിട്ടുള്ളത്. സാധാരണഗതിയിൽ കണ്ടന്റ് റിമൂവൽ നോട്ടീസുകൾക്ക് 36 മണിക്കൂറിലും പ്രൊഫൈൽ വിവരശേഖരണ നോട്ടീസിന് 72 മണിക്കൂറിലും നടപടി സ്വീകരിക്കണമെന്നാണ് നിയമം. എന്നാൽ നിയമ നടപടികളൊന്നും ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും വാട്സാപ്പും പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് അവർ പാലിക്കാറില്ല എന്നതാണ് ഒരു വസ്തുത. ഇപ്പോൾ ഫേസ്ബുക്ക് തുടങ്ങിയിട്ടുള്ള സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകൾക്ക് അവരുടെ എൻഫോഴ്സ്മെന്റ് പോർട്ടൽ വഴിയാണ് അന്വേഷണ ഏജൻസികൾ നോട്ടീസ് നൽകുന്നത്. കണ്ടന്റ് റിമൂവലിന് IT ആക്ട് സെക്ഷൻ 79(3)B പ്രകാരവും പ്രൊഫൈൽ വിവരങ്ങൾക്ക് 91 CRPC പ്രകാരവുമാണ് നോട്ടീസ് നൽകിയിട്ടുള്ളത്. ആ നോട്ടീസുകൾ പോലീസ് നൽകിയിട്ടുണ്ട്. കേട്ടല്ലോ, ഇങ്ങനെയൊക്കെയാണ് കേരളത്തിലെ രാഷ്ട്രീയ വിളവെടുപ്പ് നടത്തുന്നത്. മാപ്രകൾ സൃഷ്ടിക്കുക, UDFകാർ അത് ഏറ്റുപിടിച്ച് കച്ചേരി നടത്തുക, ആ കച്ചേരിയിലൂടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക, പുകമറ സൃഷ്ടിക്കുക, ആൾക്കാരോട് ഇല്ലാത്തതുണ്ട് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുക. കാര്യങ്ങൾ വ്യക്തമായും സ്പഷ്ടമായും പറഞ്ഞാലും അതൊന്നും പുറത്തു വരാതെ ഈ വിഷയത്തിൽ സർക്കാർ നിലപാടെടുക്കാതെ അവർ ഒളിക്കാൻ ശ്രമിക്കുന്നു എന്ന് വീണ്ടും വീണ്ടും ജനങ്ങളുടെ ഉള്ളിൽ ചിന്തിക്കണം. എന്നാലേ വീണ്ടും ഇക്കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ മലബാർ മേഖലയിൽ ജമാഅത്ത് ഇസ്ലാമി ഉൾപ്പെടെയുള്ള സകലമാന വിഷപ്പാമ്പുകളുമായിട്ട് ലീഗ് ഒത്തുചേർന്നു ഒറ്റ കൈയായി നിന്നത് വീണ്ടും തുടർന്ന് കൊണ്ടുപോകാൻ കഴിയും.
അതിനുവേണ്ടി നടത്തിയ നെറുകെട്ട പരിപാടിയാണിതെന്ന് വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്. അതുകൊണ്ട് തന്നെ പറയുകയാണ്, ഈ നാടിന്റെ സമാധാനമായിട്ടുള്ള അന്തരീക്ഷം നിലനിൽക്കാൻ ജമാഅത്ത് ഇസ്ലാമിയുടെ മീഡിയ വണ്ണും സംഘപരിവാറിന്റെ ജനൻ ടി വിയൊക്കെ പൂട്ടിപ്പോകുന്നതാണ് നല്ലത്. ഒരു കാലത്ത് പൂട്ടിപ്പോയപ്പോൾ ഈ നാട് ഒന്നടങ്കം അതിന് പിന്നിൽ അണിനിരന്നവരാണ്. പക്ഷേ വിഷങ്ങളെയാണ് വീണ്ടും വീണ്ടും പിന്തുണയ്ക്കുന്നതെന്നും അവർക്ക് വീണ്ടും അവസരം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഈ നാടിന്റെ അന്തരീക്ഷവും ഒപ്പം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയും പ്രചരിപ്പിക്കുക മാത്രമാണ് ഇവരുടെ ലക്ഷ്യമെന്ന് വീണ്ടും തെളിയുന്ന സന്ദർഭമാണിത്.